എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഹെഡ്ഫോൺ ശ്രദ്ധിച്ചത് ഇത് എനിക്ക് കുപ്പത്തൊട്ടിയിൽ നിന്ന് കിട്ടിയതാണ്. വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ നിന്ന് കിട്ടിയ ഒരു ഹെഡ്ഫോണാണിത്. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ വർക്കിംഗ് ഒന്നുമല്ലായിരുന്നു. ഇപ്പോൾ നമ്മളിതെടുത്ത് റീസ്റ്റോർ ചെയ്തിട്ട് വർക്കിംഗ് ആക്കിയെടുത്ത് ഇതിൽ ലൈറ്റ് കത്തുന്നതാണ് നമുക്ക്. ഇപ്പോൾ ഇതിൽ ഇങ്ങനെ നന്നാക്കി എടുത്തപ്പോഴാണ് എനിക്കൊരാശയം ഇതൊന്ന് പിന്നെ വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ഒരു പഴയ വീട്ടിലുള്ള ഉപകരണങ്ങൾ കളയാണ്ട് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പ്രചോദനമാണെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ അധികം പറഞ്ഞ് ധരിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് നമുക്ക് എന്നാൽ ഇതിൻ്റെ റീസ്റ്റോറിങ് പ്രോസസ്സ് ആരംഭിക്കാം. ഇത് കമ്പനിയായിട്ട് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ക്ലോത്ത് വരുന്ന ഈ വെള്ള ക്ലോത്ത് വരുന്ന ഈ ഭാഗത്ത് ശരിക്കും ഒരു ലെതർ കോട്ടിങ്ങോട് കൂടിയുള്ള ഒരു ക്ലോത്താണ് വരിക. അതിൻ്റെ പൊടിയാണ് നമ്മളിത് ഇളക്കിയപ്പോൾ താഴെ പോയിരിക്കുന്നത്. ഇത് ഈ കാണുന്നില്ലേ പൊടികളൊക്കെ പോകുന്നത് ആ പഴയ ക്ലോത്തിൻ്റെയാണ്. ആ ക്ലോത്ത് നമുക്ക് ഇളക്കി മാറ്റിയതിന് ശേഷം നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ സ്ക്രൂകളൊക്കെ ഓരോന്നായിട്ട് അഴിച്ചെടുക്കാം. സ്ക്രൂകളൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് അതിൻ്റെ സ്പീക്കർ. നമ്മുടെ ടോയ് കാറിലൊക്കെ സാധാരണഗതിയിൽ കാണുന്ന ഒരു സ്പീക്കറിനെ പോലെ തന്നെ ഉണ്ട് ഇത് കാണുമ്പോൾ ശരിക്കും. പക്ഷേ ഇതിൻ്റെ വർക്കിംഗ് ഞാൻ റീസ്റ്റോറിങ്ങിന് ശേഷം കേട്ടപ്പോൾ കുഴപ്പങ്ങളൊന്നും സാധാരണഗതിയിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് മൊത്തമായിട്ട് അഴിച്ചെടുക്കേണ്ടതുണ്ട്. അഴിച്ചെടുത്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഈ കാണുന്ന ഈ കറുപ്പും വെള്ളയും കൂടെ കാണുന്ന ക്ലോത്തിലേക്ക് നല്ല ചെളി പിടിച്ചിരിപ്പുണ്ട്. അതൊക്കെ നമുക്ക് വാഷ് ചെയ്തെടുക്കണം. അതേപോലെ ഇതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡസ്റ്റ് പൊടികളൊക്കെ ഉള്ളതൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കാമെന്നാണ് കരുതുന്നത്. എന്നാൽ നമുക്ക് വാഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് നമ്മൾ സോപ്പ് പൊടി ഇട്ടിട്ടൊന്ന് നന്നായി വാഷ് ചെയ്തെടുക്കുന്നുള്ളൂ. എല്ലാ ഭാഗം തന്നെ നമ്മൾ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് നമുക്കൊരു പുതിയതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്ന ഉദ്ദേശമാണ്. നല്ല വൃത്തിയായിട്ടുണ്ട്. നേരത്തെ ആദ്യം വന്ന റബ്ബറിൻ്റെ കോട്ടിംഗ് ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് വാഷ് ചെയ്തതിന് ശേഷവും ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഡസ്റ്റോ അല്ലെങ്കിൽ ഈർപ്പോ വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് വാക്യൂം ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളതൊരു സിലിക്കോൺ ഗണ്ണ് വെച്ചിട്ട് ഇതിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ബാറ്ററി ഉണ്ടോ, ഈ ബാറ്ററി ഏകദേശം അതിൻ്റെ കണ്ടതിൽ വെച്ചിട്ട് ഒരു 500 mAh ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇത് നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. ഇത്തരം ബാറ്ററികളെല്ലാം തന്നെ നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിച്ച് നന്നാക്കാൻ സാധിക്കുന്നതാണ്. നമുക്കിതിൻ്റെ ഒരു സ്ക്രൂകളും കറക്റ്റായിട്ട് ഒന്ന് റീഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ സോൾഡറിങ് ഒന്ന് വിട്ടിരുന്നു, അത് നമ്മളൊന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ നമ്മുടെ ഈ ചെറിയ വാക്യൂം ക്ലീനർ ആവശ്യമുള്ളവർക്ക് വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്ന ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഹെഡിൻ്റെ ഒരു ഭാഗത്തുള്ള ആ പീസിലേക്കുള്ള സ്പ്രിങ് ആണ് നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് കുറച്ച് റിസ്ക്കാണ്. അതിന് നമ്മളൊരു സിലിക്കോൺ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളത് മെല്ലെ വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുത്തു ഫൈനലി. അതിനുശേഷം എല്ലാ സ്ക്രൂകളും യഥാക്രമം നമ്മൾ തിരിച്ച് പഴയതുപോലെ തന്നെ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ബാറ്ററി വരുന്നത് ശരിക്കും വോൾട്ട് 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. ഇതിൻ്റെ ഈ ബാറ്ററി അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീക്കർ സകലമാന സാധനങ്ങളും നമുക്ക് ഇപ്പോൾ ഓൺലൈനിലും ലഭ്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ ലോക്കലി പർച്ചേസ് ചെയ്യാൻ ഇതുവരെ ഞാൻ ശ്രമിച്ചിട്ടില്ല. ലോക്കലി ലഭ്യമാണോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നമുക്കിതിന് ഓൾമോസ്റ്റ് നമ്മൾ ഇതിൻ്റെ റീസ്റ്റോറിങ് കഴിഞ്ഞു എന്ന് പറയാം. ഇനി ചില്ലറ നമുക്ക് ഇതിലുള്ള സ്ക്രൂകൾ ഇടാനും മറ്റുമാണ് ഉള്ളത്.
ഇതിൻ്റെ കറക്റ്റ് നിങ്ങൾ കണ്ടില്ലേ, അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം റീസ്റ്റോർ ചെയ്തപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പുതിയതുപോലെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ബാക്കിയുള്ള സ്ക്രൂകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ക്ലോത്ത് ഇടാം. ക്ലോത്ത് ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു വെട്ടുണ്ട്. നമുക്ക് ആ റൗണ്ടിൻ്റെ ഭാഗത്തായിട്ട് ഒരു വെട്ട് വരുന്നുണ്ട്. ആ വെട്ടിൽ നിന്ന് ഇട്ട് തുടങ്ങിയാൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ റബ്ബർ കോട്ടിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കതൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. സാധാരണ തുണി ആയതുകൊണ്ട്, പോളിസ്റ്റർ പോലത്തെ ഒരു തുണി ആയതുകൊണ്ട് മാത്രം ചെറിയൊരു ബുദ്ധിമുട്ടും സമയം അതിനെടുത്തു എന്ന് മാത്രം. എങ്കിലും നമ്മളത് ഫൈനലി അത് നല്ല സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ റീസ്റ്റോറിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹെഡ്ഫോൺ ഏകദേശം ഇതുപോലെയുണ്ട്. നല്ല ക്ലിയറായി, നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. നമുക്കിനി അത് ഒന്ന് ചാർജിലിട്ട് നോക്കണം. അതുപോലെ തന്നെ ഇതൊന്ന് കണക്ട് ചെയ്തൊക്കെ നോക്കണം. ഇതിൻ്റെ ഈ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗമൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ചാർജ് ആവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചാർജിങ് നല്ല പ്രോപ്പർലി നടക്കുന്നുണ്ട്. നമുക്ക് ആ റെഡ് ലൈറ്റ് കത്തുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഹെഡ്ഫോണിൻ്റെ റീസ്റ്റോറിങ് വർക്ക് മുഴുവനായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ്. അതിൻ്റെ ബാക്കി ബ്ലൂടൂത്ത് ഫങ്ഷൻ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം ക്ലിയറാണ്. നല്ല പുതിയതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഹെഡ്ഫോണിനെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ പല ഉപകരണങ്ങളും ഇതുപോലെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. അതൊക്കെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, എന്നാൽ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.